പ്രിയപ്പെട്ടവരെ, ഞാനൊരു മത്സ്യത്തൊഴിലാളികളെ പൊന്നാനി മുനിസിപ്പാലിറ്റി സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഒരു മോട്ടിവേഷണൽ സ്പീക്കറുടെ കുറച്ച് വാക്കുകൾ കേട്ട് സത്യം പറഞ്ഞാൽ വെറുതെ ഒന്ന് കേട്ടിരുന്നു പോവും. നിങ്ങളൊന്ന് കേട്ട് നോക്കി, നമ്മൾ അറിയാണ്ടായി കേട്ടിരുന്നു പോവും. അത്ര നർമ്മ രസകരമായിട്ടാണ് പുള്ളി അവതരിപ്പിക്കുന്നത് കേട്ടോ. നിങ്ങൾ പഠിക്കണ സമയത്ത് തന്നെ മലയാള പാട്ടിനൊരു ട്യൂൺ ഉണ്ടാവും. ആ ട്യൂൺ ഏതാ? ലാലല്ലാ 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 ലാലല്ലാലേ. എത്ര കാലമായി ട്യൂൺ തുടങ്ങിയിട്ട് നോക്കി. വൈഫ് പ്രസവിച്ചപ്പോ കുട്ടീനെ കെയർ ചെയ്യാൻ വന്ന ഹോം നഴ്സ് പോലും പാട്ട് മാറ്റി. ഏതാ പാട്ടെന്നറിയോ? ഞാനൊക്കെ ചെറുപ്പത്തിൽ കുട്ടീനെ ഉറക്കുമ്പോ കേട്ടിട്ടുള്ളത് ആറ്റലായ പൈതലേ ആരംഭ പൊന്നോമലേ. ആ പാട്ടൊക്കെ മാറി. ഈ സ്ത്രീ എങ്ങനെയാണ് ഉറക്കണത് എന്നറിയോ? ഇവിടെ ആരും തോൽക്കുകയില്ല പറദീസ. കുട്ടി ഇങ്ങനെ പറക്കുക. എന്ത് പോക്ക കുട്ടി പോണെന്നറിയോ? ആ ഫീൽഡ് മാറി. നമ്മളിപ്പോഴും ലാലല്ലാല. നമ്മളറിഞ്ഞ പദ്യം മാറ്റാൻ കഴിയില്ല. അതിനോ ട്യൂണ് മാറ്റിക്കൂടെ? നമ്മൾ എന്തിനാണ് ഈ ട്യൂണിനെ കൊണ്ടു നടക്കുന്നത്? ഞാൻ മാറ്റി ഉദ്ദേശിച്ചല്ല. ഇതിവിടെ ഒരുമുണ്ടാക്കാൻ വന്നതാ. ഇത് അവര് തമ്മിലടി. ആ ടീച്ചർ മറ്റേ ടീച്ചറോട് നിനക്കൊന്ന് മാറ്റിക്കൂടെ? ടീച്ചർ, ആ സ്കൂളിൽ ഇവിടെ അങ്ങനത്തെ പ്രശ്നമില്ല. ഇവിടെ പക്ക മിയാ മിയാ 100 എന്നറിയും. പുള്ളിയുടെ പേര് ജാബിർ സിദ്ദീഖ് എന്നാണ് കേട്ടോ. നമ്മുടെ നാട്ടില് SSLC +2 കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങ്, അല്ലെങ്കിൽ കുടുംബ പരിപാടികൾ, അല്ലെങ്കിൽ അങ്ങനെ മറ്റു കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളൊക്കെ വരുമ്പോൾ 101% മൂപ്പരാളെ വിളിക്കട്ടെ. അത്രമേൽ രസകരമായിട്ടാണ് പുള്ളി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അത് കുടുംബ പ്രേക്ഷകർക്കും വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തോളിട്ടാ. ഒരുപാട് രസകരമായ മോട്ടിവേഷണൽ സ്പീച്ചുകൾ അതിലുണ്ട് കേട്ടോ. നല്ല രസമാണ് കേട്ടോണ്ടിരിക്കാൻ.